3000 വർഷം മുന്നേയുള്ള ദ്രാവിഡ സംസ്കൃതി പാരമ്പര്യം, രണ്ട് കാളയുടെ ഇടയിൽ പൈസ വെച്ച് ജല്ലിക്കെട്ട് രാഷ്ട്രീയം, അവിടെ അത് നശിപ്പിക്കാൻ, അതില്ലാതാക്കാൻ സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ പോലും അവിടെയുള്ള കംപ്ലീറ്റ് രാഷ്ട്രീയക്കാരും, കംപ്ലീറ്റ് മതമേലധ്യക്ഷന്മാരും, കംപ്ലീറ്റ് സിനിമാ താരങ്ങളും ഉൾപ്പെടെ സകല ജാതി മത വ്യത്യാസമില്ലാത്ത ഒരു തമിഴ് ജനതയുടെ ഒരു വികാരം, ഒരു ദ്രാവിഡ വികാരം, അതാണ് തമിഴ്നാട് രാഷ്ട്രീയം. BJPക്ക് ഒരിക്കലും പച്ചതൊടാൻ പറ്റാത്ത അണ്ണാമല എന്ന് പറഞ്ഞ ഒരു വിപ്ലവ സിംഹം ആ മനുഷ്യനെ മാറ്റി നിർത്തുന്നു, പകരക്കാരെ ഇറക്കുന്നു, ADMK ആയിട്ട് സഖ്യം ചേരുന്നു. ADMKയും BJPയും ചേർന്ന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? DMK എന്ന് പറയുന്ന സ്റ്റാലിൻ, അതേ കരുണാനിധിയുടെ സ്വന്തം മകൻ ദളപതി സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന 26 രാഷ്ട്രീയ പാർട്ടികളുമായി അവൻ മുന്നോട്ട് വരുന്നു. കേരളത്തിൽ എങ്ങനെയാണോ ഇടതനും വലതനും BJPയുടെ വോട്ട് സ്വാധീനിക്കുന്നത്, അതായത് BJPയുടെ വോട്ട് കൂടിയാൽ തീർച്ചയായിട്ടും ഇടതനോ വലതനോ അങ്ങോട്ടും ഇങ്ങോട്ടും ജയസാധ്യത. BJPയുടെ വോട്ട് കുറഞ്ഞാലോ അതുപോലെ തന്നെ ഇടതനാണോ വലതനാണോ അവിടെ ജയിക്കാൻ പോകുന്നത് അറിയാൻ പറ്റില്ല. അതേ അവസ്ഥയിൽ സാക്ഷാൽ ദളപതി വിജയുടെ പാർട്ടി ഒരു 10, 15, 20 സീറ്റ് വരെ മാക്സിമം പിടിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി, അത്യാവശ്യം വോട്ടിംഗ് ശതമാനമുള്ള രാഷ്ട്രീയ ശക്തിയായി സാക്ഷാൽ ദളപതി വിജയും അവിടെ കൊമ്പ് കോർക്കുമ്പോൾ അവിടെ എന്താണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്? സ്റ്റാലിന്റെ DMK അവിടെ തിരിച്ചു വരുമോ, അതോ BJP ADMK സഖ്യത്തിൽ ADMK വീണ്ടും വരുമോ? അങ്ങനെ വന്നാൽ അണ്ണാമല വീണ്ടും MLA ആയി മത്സരിച്ച് ഒരു ഉപമുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രി സ്ഥാനം കയ്യേറി തമിഴ്നാട് തൂക്കുമോ? ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ കറുപ്പിന്റെ രാഷ്ട്രീയമാണ്, ദ്രാവിഡ രാഷ്ട്രീയമാണ്, ജല്ലിക്കെട്ടിന്റെ രാഷ്ട്രീയമാണ്. അവിടെയുള്ള എല്ലാ പാർട്ടികളും ദ്രാവിഡ പാർട്ടികളാണ്. ഒരിക്കലും ഒരു കാലത്തും കോൺഗ്രസിനോ BJPക്കോ എന്നല്ല ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിക്കും അവിടെ നിലയുറപ്പിക്കാൻ പറ്റില്ല. അത്രമാത്രം ആഴത്തിൽ വേരൂന്നി കിടക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വാഴുമ്പോൾ, അവിടെ കൊമ്പ് കോർക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ മനസ്സിലെ കണക്കുകൂട്ടൽ ജസ്റ്റ് പാസോടുകൂടി അവിടെ DMK അധികാരത്തിൽ വരികയും ഒരു 15-20 സീറ്റോടുകൂടി വിജയുടെ പാർട്ടി നിൽക്കുകയും ബാക്കി സീറ്റുകളുമായി ADMK BJP സഖ്യം വരും എന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് എന്റെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ വീക്ഷണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.